ഒന്ന് നിന്നേ, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു, ഒന്ന് വന്ന് നോക്കോ. എന്താ എന്താന്നറിയില്ല, എന്തോ കണ്ട് പേടിച്ച പോലെയുണ്ട്. എന്ത് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. ആരാ സാർ, എന്താ ഉണ്ടായത്? നിന്റെ കൂട്ടുകാരൻ അത്ര വൃത്തികേടായിട്ടാ നിന്നെ. എങ്ങനെയാ സാർ? എങ്ങനാന്നോ, എനിക്കിഷ്ടമല്ലെങ്കിൽ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. എനിക്ക് പേടിയാവുക. ഒരു മര്യാദ വേണ്ടേ? ഒരു മിനിറ്റ് സാർ, അടുക്കളയിൽ ചെന്ന് ചൂടോടെ നല്ലൊരു ചായ കൊണ്ടോ. എനിക്ക് മാത്രമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി പറയണം സാർ. അതൊക്കെ ഇരിക്കട്ടെ, എപ്പോഴാ നിങ്ങൾ മാറുന്നേ? എന്തിനാ മാറുന്നത്? എന്തിന്? ഇന്നലെ രാത്രി മാറാന്ന് പറഞ്ഞല്ലേ? ഇന്നലെ രാത്രി നമ്മൾ കണ്ടേയില്ല. കണ്ട്. ദിസ് ഈസ് ടു മച്ച്. ഇന്നലെ രാത്രി നിന്റെ ഫ്രണ്ട് ശ്രദ്ധിച്ചപ്പോ നീ മാറിക്കൊള്ളാന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇന്നലെ രാത്രി ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു സാർ. സിംഗപ്പൂരോ? അതെ, മോർണിംഗ് ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ട് വന്നത്. പ്രൂവ് ചെയ്യാമോടാ? എന്താ സാർ, സിംഗപ്പൂരിൽ ഒരു ദിവസം 1000 പേരെങ്കിലും വരും. എല്ലാവരും പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാ? എനിക്കറിയാം, കുടിയന്മാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന്. വീണ്ടും ചോദിക്കുക എപ്പോഴാ മാറുന്നേ? ഈ അപ്പാർട്ട്മെന്റ് റൂൾസ് അറിയാലോ? ഈ അപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ തന്നെയല്ലേ? ഇന്ത്യൻ ഭരണഘടനയില് ബാച്ചിലേഴ്സ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൂടാ എന്നൊന്ന് കാണിച്ചു തരാൻ പറ്റൂ. അപ്പോഴേ ഞാൻ മാറിക്കോളാം. ഇത് അംബേദ്കർ ആണേ സത്യം. സർ, എനിക്ക് തോന്നുന്നത് സാറിനിപ്പോ വന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒരു അഗ്നിപർവ്വതം സാറിന്റെ ഉള്ളിൽ പൊട്ടുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടറെ കണ്ടോളൂ. ഞാനോ? നീ എന്താ എങ്ങനെ ഇരിക്കുന്നത്? മനഃപൂർവ്വം ചെയ്തതല്ലടാ. എന്താ വിജയ്, എന്താന്ന് പറയാതെ നീ ഇങ്ങനെ മറച്ചാൽ എങ്ങനെയാ? എന്തെങ്കിലും വെച്ച് മറക്കായിരുന്നു. പക്ഷെ അതിനുള്ളിൽ അയാൾ എന്റെ പപ്പി ഷെയിം കണ്ടടാ. എന്റെ പൊന്നളിയ, എങ്ങനെയാടാ പറ്റിയത്? ഞാനേ കുളിച്ചിട്ട് വന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്തു. ഉടുത്തുടി ഒരു താഴെ പോയടാ. ഒരു കാര്യം സത്യമാ, ഒരാണിന് മറ്റൊരാണിന് ഇതിൽ കൂടുതൽ ശിക്ഷിക്കാനാവില്ല. എടാ, ആരും പറയാതെ നമുക്ക് വീട് മാറിയാലോ? നമ്മൾ എന്തിനു മാറണം? വായ് എടാ, നീയല്ല വേറെ വീട് നോക്കാന്ന് പറഞ്ഞു. വിജയ്, നീ കുളിക്കാൻ പോയില്ലേ? അപ്പൊ ഞാൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടു. നീയും കണ്ടോ? ഞാൻ എന്റെ പെണ്ണിനെയാ കണ്ടത്. അതാരാടാ? അവള് തന്നെ, എന്റെ ചാൻസിയറാണ്. സത്യമായിട്ടും? സത്യമാടാ, ഇതേ അപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് ഇന്ത്യൻ പട്ടാളം മുഴുവൻ വന്നാലും നമ്മൾ ഇവിടുന്ന് മാറുന്നില്ല. അപ്പൊ സെക്രട്ടറി വേണമെങ്കിൽ നീ ഒരു പ്രാവശ്യം അങ്ങേരി ചെന്ന് കാണും. അയ്യോ, ഞാനില്ലേ. എന്റെ ഒരു നേരം പോക്ക് ഇതാ. ഈ പിള്ളേരുടെ കളി കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കും. ഗുഡ് ഷോട്ട്. നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ? ഇഷ്ടമാണ് സർ. കഴിഞ്ഞ ആഴ്ചത്തെ മാച്ച് കണ്ടിരുന്നു? ഏത് മാച്ചാ സർ? ഇന്ത്യ ഓസ്ട്രേലിയ 48 റൺസിന് തോറ്റില്ലേ? അത് കണ്ടില്ലേ? കണ്ടു 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 കണ്ടു. വേൾഡ് കപ്പ് കൊണ്ടുവന്നിട്ട് 1 വർഷം പോലും ആയില്ല. അതിനുള്ളിൽ ഇങ്ങനെ തോറ്റാൽ എങ്ങനെയാ? യങ്സ്റ്റേഴ്സ് ധാരാളം പേര് ടീമിനുള്ളിൽ വരണം. ഗവാസ്കർ കൂടെ റിട്ടയർ ആയി. ഇപ്പൊ ഹൈദരാബാദ് ടീമിൽ ഒരു ചെറുക്കൻ കളിക്കുന്നുണ്ട്. ബ്രില്യൻ പ്ലെയർ. അവൻ എത്രയും വേഗം ഇന്ത്യൻ ടീമിൽ കയറും. മാർക്ക് മൈ വേർഡ്സ്, വൺ ഡേ ഹി വിൽ ബി ദി ഇന്ത്യൻ ക്യാപ്റ്റൻ. അവന്റെ പേര് ഹലോ, ഗുഡ് ഈവനിങ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ഫറാഖ് ഒബാമ. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ പേര് ടോണി ബ്ലെയർ. ലേറ്റസ്റ്റ് ജെയിംസ് ബോണ്ടിന്റെ പേര് ഡാനിയൽ ക്രൈഗ്. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ എവിടെയോ ഇരിക്കുന്ന ഇവരുടെ എല്ലാം പേര് എനിക്കറിയാം. ഒരേ അപ്പാർട്ട്മെന്റിലുള്ള തന്റെ പേരെന്താന്ന് എനിക്ക് അറിയണ്ടേ? അസറുദ്ദീൻ. ഞാൻ പറഞ്ഞില്ലേ ആ ഹൈദരാബാദ് പ്ലെയർ, അവന്റെ പേര് മുഹമ്മദ് അസറുദ്ദീൻ. വെരി ഗുഡ് പ്ലെയർ ബാബു, നല്ല ഫീൽഡിംഗ്, ഗംഭീരമായിട്ട് അവൻ കളിച്ചു. ഈസ് എ വെരി പ്രോമിസിംഗ് പ്ലെയർ, യു നോ. അതുപോലെ കപിൽ ദേവിന് ശേഷം ആരാ? വി നീഡ് അനദർ ജെനുവിൻ ഫാസ്റ്റ് ബൗളർ. ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. മുത്തശ്ശിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാം?
പേഷ്യന്റിന്റെ പേര് പറ. വേണ്ട, പേര് പറ. എന്താ പേര് പറഞ്ഞാല്? അതിലെന്താ പ്രശ്നം? എന്ത് ചോദിച്ചാലും മിണ്ടായിരിക്കുന്ന എന്താ? സോറി. നത്തിങ് സീരിയസ്, ലോ ഷുഗർ. ഭക്ഷണം കഴിക്കാത്തോണ്ടാ, പേടിക്കാനൊന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസം കൂടെ കിടന്നിട്ട് പോവാം. ഓക്കെ? മുത്തശ്ശിക്ക് ഒന്നുമില്ല. ഷീസ് ഓക്കെ. ഒരു ദിവസം കൂടി ഇവിടെ കിടക്കുന്നതാ നല്ലത്. ഓ, ഇറ്റ്സ് ഓക്കെ. കണ്ടാൽ വീണ്ടും